എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോയുടെ ഇതിവൃത്തം യു ഡി എഫിന് കിട്ടിയ അനുഗ്രഹവും അംഗീകാരവും വീണ്ടും LDFിൽ കൂടി വീണ്ടും അവർക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. നമുക്കറിയാം, നാം ഏതെങ്കിലും വീടുകൾ സന്ദർശിക്കുമ്പോൾ അത് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ വീടാണെങ്കിൽ ആ വീടിൻ്റെ മുൻവശത്ത് ഒരു അലങ്കാര സ്റ്റിക്കർ കാണും. അതിൽ അമ്മേ നാരായണ എന്നും അല്ലെങ്കിൽ ഓം നമശിവായ എന്നും അല്ലെങ്കിൽ ഒരു ഓം എന്നും ഒക്കെയുള്ള വാക്കുകൾ, സ്റ്റിക്കറുകൾ. ഇനി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ ക്രിസ്തു ഈ ഗ്രഹത്തിൻ്റെ നായകൻ. ഇനി മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിൽ പോവുകയാണെങ്കിൽ അവിടെയും കാണാം ഒരു സ്റ്റിക്കർ 786 എന്നുള്ള ഒരു നമ്പർ. അത് ഒരു പ്രവാചകൻ്റെ ഒരു സന്ദേശവാക്യമാണ്. ഇതെല്ലാം നല്ലൊരു സൈനാണ്. ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ ഒരു ഇംപ്രഷൻ, ഒരു ദൈവികത്വം ഉണ്ടെന്ന് ഉള്ളൊരു തോന്നിപ്പിക്കലാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ UDF അംഗങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു സ്റ്റിക്കർ എല്ലാ UDF പ്രവർത്തകരുടെ വീടുകളിലും ആ സ്റ്റിക്കർ പതിപ്പിക്കണം. അതിൽ എഴുതേണ്ടത് ഇത് LDFിൻ്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ LDFിൻ്റെ ഐശ്വര്യമാണ് ഈ ഗ്രഹം. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്? UDFകാരുടെ വീട്ടിൽ ഇത് LDFിൻ്റെ അനുഗ്രഹമാണ് ഈ ഗ്രഹമെന്ന് എഴുതുന്നതിൻ്റെ കാര്യം എന്താണ്? പറഞ്ഞുതരാം. കഷ്ടിക്ക് 1 മാസം പോലും ആകുന്നില്ല ഈ മന്ത്രിസഭ രൂപം കൊണ്ട്. തുടക്കത്തിലെ UDF മന്ത്രിസഭ അതിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രധാനമായി പറഞ്ഞ പല കാര്യങ്ങൾ അവർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അത് പ്രായോഗികമാക്കാനുള്ള വലിയ തിരക്കിലാണ്. നല്ലതാണ്. അവർ പറഞ്ഞതെല്ലാം ഇങ്ങനെ സാധ്യമാക്കാനുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. അപ്പോൾ ചിലപ്പോൾ ക്ഷീണം തോന്നിക്കും. അവർക്ക് ഈ ഇടയ്ക്കൊരു ഊർജം വേണം. അങ്ങനെ ഈ UDFകാർക്ക് നല്ലൊരു ഊർജം കിട്ടാനുള്ള ഒരു വലിയൊരു സമ്മാനം കൊടുത്തത് ഈ പാവം പിടിച്ച CPM അണികളായിരുന്നു. അതായത് അന്തം കമ്പികളെന്ന് പറയും. എന്താണ് പണി? ആ പഴയ മന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ മോളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED വന്നു. അപ്പോൾ തന്നെ പിണറായിയുടെ വീട്ടിലാണ് വന്നത്. അതെങ്ങനെ സാധിക്കും? പാർട്ടിക്കാർക്കത് സഹിച്ചില്ല. ഉടൻ തന്നെ നേതാക്കന്മാർ അവിടെ സ്ഥലത്തെത്തി. നേതാക്കന്മാർ ഫോൺ ചെയ്ത് ഉള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് ഏതാണ്ട് ഒരു 10-300 ആൾക്കാരുടെ കൂട്ടം അവിടെ സംഘടിപ്പിച്ചു. അവസാനം സംഭവിച്ചതെന്തായി? ഈ വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനും അവരെ കൊല്ലാനും അവരുടെ വാഹനം അടിച്ചു പൊളിക്കാനുമായിട്ടുള്ളൊരു സ്പിരിറ്റായി അതൊക്കെ അങ്ങോട്ട് നടത്തി. അത് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ED ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്തു. അത് ഒരുപാട് ഓവർ ബുദ്ധി കാണിച്ചത്. അതിലെല്ലാ നേതാക്കന്മാരുണ്ട്. പഴയ മന്ത്രിമാരുണ്ടായിരുന്നു, MLAമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതിലൂടെ കൂടുതൽ മൈലേജ് കിട്ടിയ ഏറ്റവും ഗ്രാഫ് ഉയർന്നതും UDFിനായിരുന്നു. ഇവരുടെ ഉദ്ദേശം ഈ ബഹളമൊക്കെ കാണിച്ച പോലീസുകാർ ഫയർ ചെയ്യും, 1-2 എണ്ണം ചാകും, രക്തസാക്ഷി പരിവേഷം ഉണ്ടാകും. തകർന്ന് തരിപ്പണമായ ഇവർക്ക് ആ ഒരു രക്തസാക്ഷിത്വം മുന്നിൽ നിർത്തി ബഹളങ്ങൾ കാണിക്കാം, പിന്നെ അതിന് പിരിവും നടത്താം. അങ്ങനെ കുറച്ച്
അവരുടെ അവർ സാധാരണ കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ നാടകങ്ങളും കാണിക്കാമെന്ന് ധരിച്ച് ഉണ്ടാക്കിയെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി. പ്രതീക്ഷിച്ചതല്ല നടന്നത്, പ്രതീക്ഷിക്കാത്തത് നടന്നുപോയി. ഇപ്പോൾ എന്തു പറ്റി? കണ്ടാലറിയുന്ന 300 പേരുടെ പേരിൽ കേസുമെടുത്തു, കുറച്ചുപേരെ പിടിച്ചു ജയിലിലും അടച്ചു, അവർക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയിലുമായി. യഥാർത്ഥത്തിൽ ഈ ED ഉപദ്രവിച്ചാൽ അതിൻ്റെ ശിക്ഷ മറ്റൊന്നാണ്. അതിൽ ഇവർ വിചാരിച്ചാൽ രാവിലെ വഞ്ചൂർ പോയി അവിടെ നിന്ന് ജാമ്യം എടുത്ത് പിറ്റേന്ന് വരാം, അങ്ങനെയൊക്കെയുള്ള തോന്നലായിരുന്നു. പക്ഷേ മൊത്തം തകർന്ന് തരിപ്പണമായിപ്പോയി. ഇപ്പോൾ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ കണ്ട ഒരു പോസ്റ്ററാണ് ശിവൻകുട്ടി താമസിക്കുന്ന വീടും പിണറായിയുടെ വീടും ഈ ജയിലിലായ പാവം പിടിച്ചവൻ്റെ വീടും ഒക്കെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് പൊളിഞ്ഞ ചുമരുകൾ, വെള്ളം ഒലിച്ചിറങ്ങുന്ന പാടുകൾ, അതാണ് ഒരു നേതാവിൻ്റെ വീട്ടിൽ കണ്ട കാഴ്ച. പാവം അച്ഛനും അമ്മയും ഭാര്യമാരൊക്കെ അവിടെ ഇരിക്കുന്ന ഒരു രംഗം ശോചനീയം. മറിച്ച് കൊട്ടാര സമമായ ശിവൻകുട്ടിയുടെ വീടും കാണിച്ചിട്ടുണ്ട്. ശിവൻകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നേതൃത്വം കൊടുത്ത് ഈ പാവം പിടിച്ചവരെ വഞ്ചിച്ച് അവരെ ജയിലിലുമാക്കി ഇവർക്കൊരു കുഴപ്പമില്ല. എന്നാൽ ചിലപ്പോൾ ഇവരുടെ അടി തെറ്റും. കാരണം ED ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് ഇതിന് നേതൃത്വം കൊടുത്തവരുടെ പേരിലും കേസാകുമെന്നാണ് കേൾക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? ഇതിൽ മൈലേജ് കിട്ടിയത് ആർക്കാണ്? UDF-ന് തകർക്കാൻ വേണ്ടി 10 വർഷമായിട്ട് കിടന്ന എല്ലാ തരികിടയും കാണിച്ച് അവസാനം ആ UDF-ൻ്റെ ഗ്രാഫ് ഉയരാൻ വേണ്ടി വീണ്ടും ഈ ED തല്ലാനും ബഹളം കാണിക്കാനും ഒക്കെ കാട്ടി. ഇത്ര ഒരു അബദ്ധം ആരെങ്കിലും കാണിക്കുമോ? കാരണം ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. പിണറായി കരുതിയത് അയാൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നാലും എന്തോ ആണെന്ന്. നത്തിങ്, അയാളൊന്നുമല്ല. ഓരോ അണികളും ഈ പിണറായിയെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അണികൾ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ളവരും. ഇപ്പോൾ ഏതാണ്ട് അറസ്റ്റിലായവരുടെ വീടുകൾ പട്ടിണിയിലാകും. കാര്യം ഇവർ അധ്വാനിച്ചാലേ അവർക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ജോലി ചെയ്തുകൊണ്ട് ജോലി സ്ഥലത്തു നിന്നാണ് ഈ അണികളെയൊക്കെ പിടിച്ചു വളർത്തിയത്. കാരണം അവർക്ക് ബോധമില്ല. ഇവർ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കായിരുന്നു. ഈ നേതാക്കന്മാരും മക്കളെയും മുന്നിൽ നിർത്തി ഇവർ പിന്നിൽ നിന്ന് വർക്കണമായിരുന്നു. അതെങ്ങനെ? നേതാക്കന്മാർ പിന്നിൽ നിന്നു, വിളിച്ചു വരുത്താൻ അവർ മുന്നിൽ നിന്നു. ഈ കൂട്ടം വന്നപ്പോൾ അവർ പിന്നിൽ നിന്നു വേണ്ടതങ്ങോട്ട് കല്ലും ചുടുകട്ടയൊക്കെ വെച്ച് ഇവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി ആകെ വഷളാക്കി. വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ? പിന്നെ ഈ മലയാളത്തിൽ പറയുള്ളൂ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കാരണം പിണറായി കാട്ടിക്കൂട്ടിയ ഓരോന്നും ഈ ശിവൻകുട്ടി നമ്മുടെ മന്ത്രിസഭാ മന്ദിരത്തിൽ കാട്ടിക്കൂട്ടിയ പാർലമെൻറ്റിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതേ ഇതിൻ്റെ മറ്റൊരു വകഭേദമായിരുന്നു EDയുടെ മുന്നിൽ ഇവർ കാട്ടിക്കൂട്ടിയത്. ഇതെവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് ഞാൻ ഈ പാവം പിടിച്ച ഈ അണികളോട് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ സമരം ഒക്കെ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു സമരം ചെയ്യേണ്ടത്. നേതാക്കന്മാർ സമരം ചെയ്യാൻ പറഞ്ഞാൽ അവരെ മുന്നിൽ നിൽക്കാൻ പറയുക. നിങ്ങളെപ്പോലെ അവരും ഉണ്ടാകണം, നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ഇവർ നിങ്ങളെ കൊണ്ട് കല്ലെറിയാൻ പറഞ്ഞും ഉള്ള കുഴപ്പത്തിലെല്ലാം കാട്ടിക്കൊണ്ട് അവർ പിന്നിൽ വലിഞ്ഞു പോയാൽ അതല്ല നേതൃത്വം. നിങ്ങളെ ഉന്മൂലനം ചെയ്ത് നിങ്ങളെ ഇല്ലാതാക്കി നിങ്ങളെ ആരെങ്കിലും 1-2 പേര് കൊന്ന് അതിൻ്റെ രക്തസാക്ഷി ആക്കിയതിന് ശേഷം അതിൻ്റെ പിരിവും എടുത്ത് കീശ നിറയ്ക്കുന്ന ആൾക്കാർ. ഇതാണല്ലോ പയ്യന്നൂരിലൊക്കെ സംഭവിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ കണ്ണൂരിൽ എന്ത് സംഭവിച്ചെന്നു. അതായത് തകർന്ന് തരിപ്പണമായി ഇത് ഒരു മടക്ക യാത്ര ഇനി വരണമെങ്കിൽ നിങ്ങൾ തെറ്റുകളെ തിരുത്തണം. എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോപ്പ് വയ്ക്കാം. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ അതൊട്ടും സംഭവിക്കാൻ പോണില്ല. ഒരു പിണറായി എന്ന് പറയുന്നതല്ല പാർട്ടി എന്ന് പറയുന്ന അണികളും മറ്റു എല്ലാവരും കൂടെ ചേർന്ന ഒരു സംവിധാനത്തെയാണ് പാർട്ടി എന്ന് പറയുന്നത്. പാപം 10-81 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തെ ഒന്നാമത് ഹെൽത്ത് ഇല്ല. ഒരു ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ടിൽ നടക്കാൻ തന്നെ ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മോള് കാണിച്ച കോപ്രാട്ടിത്തരത്തിന് നിങ്ങൾ പാവം പിടിച്ച ഈ പാർട്ടിക്കാരെ ബലിയാടാക്കി UDF-ന് നല്ല ഒരു നേട്ടം കൊയ്തു കൊടുത്ത കാരണക്കാരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. കഴിയുന്നതും
എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിനെക്കുറിച്ച് തിരിച്ചറിയുക. പാർട്ടി വേണം, എല്ലാം വേണം. പക്ഷേ നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ തകർത്ത് നിങ്ങളെ ജയിലിലാക്കി നേതൃത്വ നിരയിൽ ഇരുന്ന് സിംഹാസനത്തിരുന്ന് വേണ്ട സൗകര്യം കാണിക്കുന്നവരെ, ആ സൗകര്യത്തിനായി പാർട്ടി ഉപയോഗിക്കുന്നവരെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് പട്ടിണിയാകും. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബവും ആഹാരമില്ലാതെ തെണ്ടിത്തിരിയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് വീട്ടുകാർ മുന്നിട്ടിറങ്ങി ഭർത്താവിനോടോ മക്കളോടോ ഉപദേശിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു വിവരക്കേട് കാണിക്കരുതെന്ന് ഞാൻ ആകെ UDFകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി ഈ UDFൻ്റെ ഐശ്വര്യം, അതായത് അന്തം കമ്മികളാകുന്നു ഈ UDFൻ്റെ ഐശ്വര്യം എന്നൊരു പോസ്റ്ററും വയ്ക്കുക. അവരൊന്ന് സന്തോഷിച്ചോട്ടെ. ഇത് എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.